അൺഅക്കാഡമി കേരള PSC 10th ലെവൽ പ്രിലിമിനറി പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന നിങ്ങൾക്കായി ഒരുക്കുന്നു നേട്ടം എ 30-day ക്രാഷ് കോഴ്സ് ഫോർ 10th ലെവൽ പ്രിലിംസ്. 30 ദിവസത്തിലധികം നീണ്ടു നിൽക്കുന്ന ഈ ക്രാഷ് കോഴ്സിൽ പങ്കെടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് 10th ലെവൽ പ്രിലിമിനറി എക്സാമിൻ്റെ സിലബസിലെ മുഴുവൻ ടോപ്പിക്സും കവർ ചെയ്യാൻ കഴിയും. നിങ്ങളെ വിജയത്തിലെത്തിക്കാൻ അൺഅക്കാഡമിയുടെ ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സ് നേതൃത്വം നൽകുന്ന ഈ ബാച്ച് കോഴ്സിൽ നിങ്ങളെല്ലാവരും തന്നെ എൻറോൾ ചെയ്യൂ. ഓരോ സബ്ജക്ട്സും കൈകാര്യം ചെയ്യുന്ന എഡ്യൂക്കേറ്റേഴ്സിനെ നമുക്ക് പരിചയപ്പെടാം. നാച്ചുറൽ സയൻസ് ഷാഫി തോംസൺ, ഫിസിക്കൽ സയൻസ് ജാഫർ സാദിഖ്, ഫാക്ട്സ് അബൌട്ട് കേരള മുഹമ്മദ് റോഷൻ, കോൺസ്റ്റിറ്റ്യൂഷൻ ഹാജ മുഹമ്മദ്, ഫാക്ട്സ് അബൌട്ട് ഇന്ത്യ രാഹുൽ ചന്ദ്രൻ, കറണ്ട് അഫയേഴ്സ് സതീഷ് കുമാർ, മാത്സ് ഇസ്മായിൽ കാലടി. സോ ഗൈസ്, ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം. ഡിസംബർ 28 ആരംഭിക്കുന്ന ഈ ബാച്ച് കോഴ്സിൽ നിങ്ങളെല്ലാവരും തന്നെ ഇപ്പോൾ തന്നെ മറക്കാതെ എൻറോൾ ചെയ്യൂ. ഈ ഇൻഫർമേഷൻ നിങ്ങളുടെ ഫ്രണ്ട്സിന് പാസ് ചെയ്യൂ. ലെറ്റ്സ് ക്രാക്ക് ഇറ്റ്. എല്ലാ കൂട്ടുകാർക്കും അൺഅക്കാദമിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ആസിഫ് തുളുവത്ത്. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ മറന്നു പോകാതിരിക്കാൻ ഒരുപാട് കഥകളും റിലേറ്റഡ് കണ്ടന്റുകളുമായി കണക്ട് ചെയ്ത് പഠിക്കുന്ന ഈ മെമ്മറി കോഴ്സ് എന്ന് പറയുന്ന ഈ ഒരു കോഴ്സ് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തതിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ട് എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷം വീണ്ടും ഞാൻ രേഖപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെയാണ് പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ ഒരുപാട് ശ്രമിക്കുന്നതും. തീർച്ചയായും ആ സപ്പോർട്ട് വേണം എന്നുള്ളത് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഈ ഒരു ലെസണിലും നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമുള്ള ഒരു കോഡുമായിട്ടും പിന്നെ അതുപോലെ തന്നെ അൺഅക്കാദമി പ്ലസിനെ കുറിച്ചുള്ള 1-2 കാര്യങ്ങൾ സംസാരിക്കാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ലെസൺ ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്ന് പറയുന്ന എക്സാമിനെ ഫോക്കസ് ചെയ്യുന്ന മത്സരാർത്ഥികൾ ഈ വീഡിയോ തീർച്ചയായും മുഴുവൻ കാണണം എന്നുള്ളത് കൂടി ഞാൻ ആദ്യമായി ഓർമ്മിപ്പിക്കുന്നു. നോക്കാം നമുക്ക്. VEO പോലത്തെ എക്സാമുകൾക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ഏരിയയാണ് വിളകളെ കുറിച്ച്. റാബി, ഖാരിഫ് വിളകൾ അത് ഏതൊക്കെയാണ്, ഏതൊക്കെ കാലത്താണ് കൃഷി ചെയ്യുന്നത് എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ ഒരുപാട് വരാറുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു കോഡാണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ ഡെലിവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. റാബി വിളകൾ എങ്ങനെ മാറിപ്പോകാതെ പഠിക്കാം എന്നുള്ളതാണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. റാബി വിളകൾ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലെ. വിന്റർ സീസണിൽ മഞ്ഞുകാലത്ത് തുടങ്ങി അതുപോലെ തന്നെ സ്പ്രിംഗ് സീസണിലേക്ക് തുടർന്നു കൊണ്ടുപോകുന്ന, സ്പ്രിംഗ് സീസണിൽ വിളവെടുപ്പ് നടത്തുന്ന ഒരു അത്തരത്തിലുള്ള ക്രോപ്സിന് പറയുന്ന പേരാണ് റാബി വിളകൾ എന്നുള്ളത്. അപ്പോൾ പ്രധാനമായിട്ടും ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന റാബി വിളകൾ ഇതൊക്കെയാണ്. അത് ആദ്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഗോതമ്പ്, പയർ, ബാർലി, ലിൻസീഡ്. ലിൻസീഡ് എന്ന് പറഞ്ഞാൽ ചണം കേട്ടിട്ടുണ്ടാവും, അതാണ് ലിൻസീഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പുകയില, കടുക്. ഗോതമ്പ്, പയർ, ബാർലി, ലിൻസീഡ്, പുകയില, കടുക്. ഇതൊക്കെയാണ് റാബി വിളകൾ. ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന, പ്രധാനമായിട്ടും ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന റാബി വിളകൾ. ഗോതമ്പ്, പയർ, ബാർലി, ലിൻസീഡ്, പുകയില, കടുക്. ഞാൻ എല്ലാ മെമ്മറി കോഡിന്റെ ക്ലാസ്സുകളിലും പറയുന്ന പോലെ തന്നെ ആദ്യം നമ്മൾ എന്താണോ പഠിക്കേണ്ടത് അത് 1-2 പ്രാവശ്യം വായിച്ച് മനസ്സിലേക്ക് എടുക്കുക. എന്നിട്ട് മാത്രമേ നിങ്ങൾ കോഡ് ഉപയോഗിച്ച് നോക്കാൻ പാടുള്ളൂ. ആ കോഡ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ മനസ്സിലേക്ക് അത് മെമ്മറൈസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, ആ കോഡ് നിങ്ങളുടെ ഏതെങ്കിലും ഒരു കൺസെപ്റ്റ് ആയിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് എടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ. ഒരിക്കലും കാണാതെ പഠിക്കുന്ന പോലെ കോഡ് പഠിക്കരുത്. നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ ഇത് പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിലും ഈ കോഡ് നിങ്ങൾ ഉപയോഗിക്കരുത് എന്നുള്ളത് ആദ്യമായി പറയുകയാണ്. പിന്നെ ഒരുപാട് ഡെപ്ത് നോളജ് ഉള്ളവർക്കൊന്നും ഈ ഒരു കോഡ് അക്സെപ്റ്റ് ചെയ്യാൻ ചിലപ്പോൾ കഴിഞ്ഞോണമെന്നില്ല. നമ്മളെ കോഡുകളൊക്കെ ഒരു ആവറേജ് സ്റ്റുഡൻസ് അല്ലെങ്കിൽ PSC ഇപ്പോൾ തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ കോഡുകളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. തുടക്കക്കാർക്ക് മാത്രമല്ല, കൂടുതൽ പഠിച്ചത് മറന്നു പോകുന്ന എല്ലാവർക്കും ഇത് ഉപയോഗിക്കാം. പക്ഷെ ഇൻ ഡെപ്ത് നോളജിൽ മാത്രം കണ്ടന്റുകൾ വേണം എന്നുള്ള ഒരുപാട് പേരുണ്ട്. അവരൊന്നും ഈ കോഡുകൾ ഉപയോഗിക്കരുത്. ആർക്കൊക്കെയാണ് ഉപകാരപ്പെടുന്നത് അവർ മാത്രം ഉപയോഗിക്കുക. ഓക്കെ, അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ മാത്രം ഉപയോഗിക്കുക എന്നാണ് പറഞ്ഞു വരുന്നത്. ഗോതമ്പ്, പയർ, ബാർലി, ലിൻസീഡ്, പുകയില, കടുക് ഇതൊക്കെയാണ് റാബി വിളകൾ, ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന റാബി വിളകൾ. ഇത് പഠിച്ചു വെക്കാൻ ചെറിയൊരു കോഡ് ഉപയോഗിക്കുകയാണ്. മഞ്ഞുകാലത്താണല്ലോ ഈ വിളകൾ തുടങ്ങുന്നത്. മഞ്ഞുകാലത്ത് നല്ല തണുപ്പാണ് ആണല്ലോ. മഞ്ഞുകാലത്ത് ഗോപന്റെ ബാലിക പുക വലിക്കും. മഞ്ഞുകാലാണല്ലോ അല്ലെ. മഞ്ഞുകാലത്തെ ഗോപന്റെ ബാലിക പുക വലിക്കും. കൺസെപ്റ്റ് ഇത്ര ഉള്ളായിരുന്നു. റാബി വിളകളെ കുറിച്ചാണ് പറഞ്ഞത്. ഗോതമ്പ്, പയർ, ബാർലി, ലിൻസീഡ്, പുകയില, കടുക് എന്നാണ് പറഞ്ഞത്. മഞ്ഞുകാലത്ത് ഗോപന്റെ ബാലിക പുകവലിക്കും. ഓക്കെ, ഗോപന്റെ ഗോതമ്പും പയറും. ഗോപൻ എന്നുള്ളതില് ഗോപ, ഗോതമ്പ്, പയർ. ബാലിക എന്നുള്ളതില് ബാർലി, ലിൻസീഡ് എന്ന് കേൾക്കുമ്പോ അത് ചണമാണെന്നുള്ളത് മനസ്സിലേക്ക് വരണം. ബാലികയുടെ ബാ എന്ന് പറയുന്നത് ബാർലി, അത് മാറിപ്പോവില്ല. ലിൻസീഡ് ചണമാണെന്നുള്ളത് ഓർത്തിരിക്കുക. പുക എന്ന് പറയുമ്പോൾ 2
രണ്ടെണ്ണം ഉണ്ട്. പുകയിലയും ഓർത്തിരിക്കുക, കടുകും ഓർത്തിരിക്കുക. പുകയിലയും ഓർത്തിരിക്കുക, കടുകും ഓർത്തിരിക്കുക. ഗോപന്റെ ബാലിക പുകവലിക്കും. മഞ്ഞുകാലം ആയതുകൊണ്ട് തണുപ്പാണല്ലോ, അങ്ങനെ ആലോചിച്ചാൽ മതി. മഞ്ഞുകാലത്തെ ഗോപന്റെ ബാലിക പുകവലിക്കും. ഗോതമ്പ്, പയർ, ബാർലി, ലിൻസീഡ്, പുകയില, കടുക്. ഓക്കെ, അപ്പോ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കോഡുകളുമായിട്ടാണ് നമ്മൾ ഈ ഒരു കോഴ്സ് മുന്നോട്ട് പോകുന്നത്. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നറിഞ്ഞതിൽ വളരെയധികം ഉപകാരം. നിങ്ങൾ എന്ത് ചെയ്യുക, 1-2 പ്രാവശ്യം ഇത് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. എന്നാലേ അത് മനസ്സിലേക്ക് അങ്ങോട്ട് അച്ചടിച്ച പോലെ സെറ്റായി വരികയുള്ളൂ. തീർച്ചയായും ഇഷ്ടപ്പെട്ടാൽ കൂട്ടുകാരിലേക്ക് എത്തിച്ചു കൊടുക്കാനും മറക്കരുത്. എന്താണ് പറഞ്ഞത്? മഞ്ഞുകാലത്തെ ഗോപന്റെ ബാലിക പുകവലിക്കും. ഗോതമ്പ്, പയർ, ബാർലി, ലിൻസീഡ്, പുകയില, കടുക്. ഓക്കെ, അപ്പൊ ഈ കണ്ടന്റുകൾ ഓർത്തിരിക്കുക. കൂടുതൽ കോഡുകളുമായിട്ട് നിങ്ങളുടെ സപ്പോർട്ടുകൾ ഇനിയും ഉണ്ടെങ്കിൽ തുടർന്നും ഇതുപോലെ ഒരുപാട് കോഡുകളുമായിട്ട് തീർച്ചയായും അടുത്ത ലെസണിൽ നമ്മൾ കണ്ടുമുട്ടുക ചെയ്യും. അടുത്തത് എനിക്ക് പറയാനുള്ളത് 1-2 കാര്യങ്ങൾ കൂടി ഞാൻ ഈ ഒരു ലെസന്റെ കൂടെ കൂട്ടിച്ചേർക്കാൻ ഉദ്ദേശിക്കുകയാണ്. അൺഅക്കാദമി എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ ലൈവ് ക്ലാസ്സുകളെ കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ലൈവ് ക്ലാസ്സുകളുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്നുള്ളതും നിങ്ങൾ ഒരുപാട് എഡ്യൂക്കേറ്റേഴ്സിന്റെ ടോക്കുകളിൽ നിന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പൊ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന മത്സരാർത്ഥികൾക്ക് വേണ്ടിയിട്ട് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാമിന് എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, ഓരോ സെഷനിലും എന്തൊക്കെ കണ്ടന്റുകളാണ് സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ പ്ലസ് എന്ന് പറയുന്ന ആ ഒരു പ്ലാറ്റ്ഫോമിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, നിങ്ങൾക്ക് എന്തൊക്കെ അഡ്വാൻറ്റേജ് ആണ് പ്ലസ് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാവുക, എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് നിങ്ങൾക്ക് പ്ലസ് ഉപയോഗിക്കുന്നതിലൂടെ നിങ്ങൾക്ക് കൈവരിക്കാനാവുക എന്നൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് വൈകുന്നേരം 5:30 ഒരു ഫ്രീ സെഷൻ, ഒരു ഫ്രീ സ്പെഷ്യൽ ക്ലാസ് അറേഞ്ച് ചെയ്യുന്നുണ്ട്. തീർച്ചയായും ആ സൗകര്യം നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. നിങ്ങൾക്ക് പ്ലസ് എന്താണ്, ഒരുപാട് പേര് പറഞ്ഞു കേൾക്കുന്നുണ്ടാവും പ്ലസിന് ഇന്ന സൗകര്യം ഉണ്ട്, ഇന്ന രീതിയിൽ അത് ഉപയോഗപ്പെടുത്താം എന്നുള്ളതൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ആ ഇന്റർഫേസ് കണ്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ അത് സബ്സ്ക്രൈബ് ചെയ്താൽ മതി. അപ്പൊ എത്തരത്തിലാണ് ഈ പ്ലസിന്റെ ഇന്റർഫേസ് വരുന്നത്, അതായത് എഡ്യൂക്കേറ്റേഴ്സ്, ഏതോ സ്ഥലത്ത് കിടക്കുന്ന എഡ്യൂക്കേറ്റേഴ്സ് നമുക്ക് എങ്ങനെയാണ് ക്ലാസ്സുകൾ ഡെലിവർ ചെയ്യുന്നത്, അത് നമുക്ക് ഒരു ക്ലാസ് റൂമിൽ ഇരിക്കുന്ന എഫക്റ്റ് ലഭിക്കുമോ, എന്തെങ്കിലും ഉപകാരം ഉണ്ടാവുമോ, സംശയങ്ങൾ ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷൻ അതിലുണ്ടോ, വൈറ്റ് ബോർഡ് പ്രസന്റ് ആണോ, നമുക്ക് ഓരോ ക്ലാസ്സുകളുടെയും PDF ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, അവിടുന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. സിസ്റ്റമാറ്റിക് ആയിട്ട് ഇനിയുള്ള ദിവസങ്ങളിൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്ന് പറയുന്ന എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ഓരോ ദിവസവും എത്ര കണ്ടന്റുകളാണ് നമ്മൾ പഠിക്കേണ്ടത്, ഓരോ കണ്ടന്റുകൾ കഴിയുമ്പോഴും ഏത് രീതിയിലാണ് എക്സാം നമ്മൾ അറ്റൻഡ് ചെയ്യുന്നത്, ആ എക്സാം അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഏത് രീതിയിലാണ് നമ്മൾ പഠിക്കേണ്ടത്, അത്തരത്തിൽ വൊക്കാബുലറി എങ്ങനെ പഠിക്കണം, കറന്റ് അഫയേഴ്സ് എങ്ങനെ പഠിക്കണം എന്നുള്ളതൊക്കെ പറയാനും മനസ്സിലാക്കി തരാനും കൂട്ടത്തിൽ പ്ലസിന്റെ സവിശേഷതകളെ കുറിച്ചെല്ലാം നിങ്ങൾക്കൊന്ന് ഗ്രഹിക്കാനും വേണ്ടിയിട്ട് ഇന്ന് വൈകുന്നേരം 5:30 ഈ വോയിസ് ഇന്ന് 19/3/2019 ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ വോയിസ് ഇപ്പോൾ കേൾക്കുന്നവർക്കെല്ലാം എന്ത് ചെയ്യാം, ഇന്ന് 5:30 മണിക്ക് ഫ്രീ ആയിട്ട് രജിസ്ട്രേഷൻ ചെയ്തുകൊണ്ട്, 5:30 മണിക്കാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്, 4:30 മണി മുതൽ 5:30 മണി വരെയാണ് അതിന്റെ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായും ആ സൗകര്യം നിങ്ങൾ ഉപയോഗപ്പെടുത്തണം എന്നുള്ളത് ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. നമ്മൾ ഓരോ കണ്ടന്റുകൾ ഡെലിവർ ചെയ്യുന്ന സമയത്തും മെമ്മറി കോഡുകൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ആ കണ്ടന്റുകൾ എളുപ്പത്തിൽ പഠിക്കാൻ സാധിക്കുക എന്നുള്ളതൊക്കെ 90 days ക്രാഷ് കോഴ്സ് ഫോർ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്ന് പറയുന്ന കോഴ്സ് ഈ ഒരു പ്രൊഫൈലിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതിന്റെ സബ്സ്ക്രിപ്ഷൻ ചാർജുകളും അതിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഡിസ്കൗണ്ടുകളും എങ്ങനെയാണ് അതെല്ലാം നിങ്ങൾക്ക് വേണ്ട രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക എന്നുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, തുറന്ന ചർച്ചയ്ക്ക് വിധേയമാക്കിക്കൊണ്ട് ഇന്ന് 5:30 കാണാം. അപ്പൊ തീർച്ചയായും സൗകര്യപ്പെടുന്നവരെല്ലാവരും ആ സ്പെഷ്യൽ ക്ലാസ് അറ്റൻഡ് ചെയ്യണം. നമ്മൾ പഠിച്ചത് മറന്നു പോകാതിരിക്കുക എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കോഡുകൾ ഉപയോഗിക്കുന്നത്. അത്തരത്തിൽ ഒരുപാട് കോഡുകളുമായിട്ട് നമ്മൾ 90 days ക്രാഷ് കോഴ്സ് എന്ന് പറയുന്ന കോഴ്സിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിനു മുന്നേ നിങ്ങൾക്ക് പ്ലസ് കോഴ്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഫ്രീ സെഷൻ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. തീർച്ചയായും ഈ കോഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ ഫ്രീ ആയിട്ട്, നമ്മളെ സമയത്തിനനുസരിച്ച് 1 മണിക്കൂറാണ് ക്ലാസ് ഉള്ളതെങ്കിലും 1 മണിക്കൂറൊന്നും നിങ്ങൾ ഇരിക്കണം എന്ന് ഞാൻ പറയുന്നില്ല. എന്താണ് പ്ലസ് എന്ന് അറ്റ്ലീസ്റ്റ് മനസ്സിലാക്കാനെങ്കിലും ആ ഒരു ക്ലാസ്സിൽ വന്നിരിക്കണം എന്നുള്ളത് എന്റെ കൂട്ടുകാരോട് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ സഹകരണങ്ങളും നിങ്ങളുടെ സപ്പോർട്ട് മാത്രമാണ് അൺഅക്കാദമി എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ എന്നെ നിലനിർത്തുന്നത്. അപ്പൊ തുടർന്നും ആ സപ്പോർട്ട് ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തിൽ എന്റെ എല്ലാ കൂട്ടുകാരെയും ഞാൻ ആ ഒരു സെഷനിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഈ ഒരു സെഷൻ തൽക്കാലത്തേക്ക് ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ട് തുടർന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരുപാട് കോഡുകളുമായിട്ട് നമ്മൾ ഈ ഒരു കോഴ്സ് കണ്ടിന്യൂ ചെയ്തു തന്നെ പോകും. തീർച്ചയായും അതിലൊരു മാറ്റം ഉണ്ടാവില്ല. അപ്പൊ പറഞ്ഞു വന്നത് ഇത്രേ ഉള്ളൂ, മഞ്ഞുകാലത്ത് ഗോപന്റെ ബാലിക പുകവലിക്കും. ഓക്കെ, കൺസെപ്റ്റുകൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഊട്ടി ഉറപ്പിക്കുക. അതുപോലെ ഒരുപാട് ടോപ്പിക്കുകളുമായിട്ട് ഇനിയും നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.